വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഒത്തിരി നാളിന് ശേഷമാണല്ലേ നമ്മളൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും കുറേ വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, ടൈം കിട്ടാറില്ല. എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ ഒരുപാട് പണിയുണ്ടല്ലോ. കാണുന്നവർക്കത് മനസ്സിലാവുന്നില്ല എങ്കിലും ഇത് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പണിപ്പാട് നല്ല രീതിക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. മരുഭൂമിയിൽ പെയ്യുന്ന മഴ പോലെയാണ് ഞങ്ങളുടെ പുറത്ത് പോക്ക്. അതുകൊണ്ട് തന്നെയാണ് ലെങ്തി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ നല്ല ലേറ്റ് ആവുന്നത് കേട്ടോ. എടുത്തു വെച്ചാൽ തന്നെ അപ്ലോഡ് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും. കാശീനാണെങ്കിൽ ഉറക്കത്ത് നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതിൻ്റേതായില്ല എനക്കേടും ഉണ്ടെങ്കിലും പുറത്തേക്ക് പോകുന്നതിൻ്റെ സന്തോഷം അവൻ്റെ ഫേസിൽ നല്ല രീതിക്കുണ്ട് കേട്ടോ. ചേട്ടനും അനിയനും ഒക്കെ പുറത്തിറങ്ങിയാൽ നല്ല വർത്തമാനമാണ്. അപ്പം ഞങ്ങൾ നല്ല രീതിക്ക് ഇരുന്നങ്ങ് പോസ്റ്റാവും. ഇതിൻ്റെ ഇടയ്ക്ക് അവർ ചേട്ടത്തിയെ മതിവരാതെ ട്രോൾ ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നോമ്പ് ടൈമിനൊക്കെ ആ ഒരു ടൈം തണുവൊക്കെ ഉള്ള ടൈമിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റേതായ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. ചുറ്റും ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാശിക്കുട്ടനാണെങ്കിൽ വണ്ടി കയറിയ പിന്നെ ഇപ്പം മിണ്ടാതിരിക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് വോയിസിൽ കംപ്ലീറ്റും വീഡിയോയുടെ വോയിസ് ഇടാത്തതെന്ന് പറഞ്ഞാൽ അവൻ്റെ കലബല സംസാരങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ വോയിസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു 30-40 മിനിറ്റ് ദൂരമുണ്ട് കേട്ടോ ഇപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക്. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലുള്ള കാഴ്ചകളാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം വൈകുന്നേര സമയമായതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കിച്ചോണിന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച് പുള്ളിക്കാരന് പുറത്തിറങ്ങാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ് കേട്ടോ. കുറേ നേരം നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നൊക്കെ പോവേണ്ടി വരും. കാരണം മിക്കവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടൈമൊക്കെ ആയിരിക്കും കേട്ടോ, 4 to 7 ഒക്കെ. അപ്പം ഈ കാണുന്നുണ്ടല്ലോ ദുബായ് സഫാരി പാർക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ സൂ ഒക്കെ പോലെ എന്നെങ്കിലും അവിടെ ഒന്ന് കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഇനിയിവിടെ വന്ന കാലം എന്നല്ലേ, കാരണം നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്താണ് ഈ ഒരു പാർക്കുള്ളത്. അപ്പം അന്ന് മുതലേ വിചാരിക്കുന്നതാണ്, പക്ഷേ ഇതുവരെയ്ക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം ഈ പറവകളൊക്കെ ഇങ്ങനെ പറക്കുന്ന കാഴ്ച ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ബുർജ് ഖലീഫ ദൂരെ നിന്ന് കാണാൻ എന്താ രസമല്ലേ, അടുത്ത് കാണാൻ ഇതിനേക്കാൾ രസമാണ് കേട്ടോ. എന്നെങ്കിലും ഞാൻ അവിടെ പോകുന്നൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നല്ല സ്ട്രെസ്സാണ് കേട്ടോ. ഞങ്ങളീ പോകുന്നതിൻ്റെ സൈഡിൽ കൂടെ ഒരു ലേക്കോ എനിക്ക് തോന്നുന്നു എന്തോ ഉണ്ട്, പോണ്ടല്ല ലേക്കായിട്ട് എന്തോ ഉണ്ട്. അവിടെ ഇങ്ങനെ ഫ്ലമിംഗോസ് വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിപ്പം എനിക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് റാസൽ ഖോറുള്ള വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് കേട്ടോ അത്. പക്ഷേ ഞങ്ങൾ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ പൂട്ടിക്കിടക്കുവാണ് കേട്ടോ. ഇപ്പം തണുപ്പുള്ള സമയമായതുകൊണ്ട് ദേശാടനം കിളികൾ ഇങ്ങനെ പോകുന്നൊരു ടൈമും കൂടാണ്. അപ്പോൾ ഫ്ലെമിംഗോസ് ഒക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി റോഡിൻ്റെ 2 സൈഡും നല്ല രീതിക്ക് ഒരു ഗാർഡൻ പോലെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ അതിശയിച്ച് പോകാറുണ്ട്, ഇത്രയും ചൂടത്ത് ഇവർ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. അപ്പം വാട്ടർ റിപ്ലേഴ്സ് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പിന്നീട് ചേട്ടനോ ആണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ പല തരത്തിലുള്ള ചെടികളാണ് കേട്ടോ. നമ്മൾ കടയിൽ പോയി ഭയങ്കര റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ചെടികളൊക്കെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കരാമയെത്തി ഗൈസ്. ദുബായ് ഫ്രെയിം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ഈ വ്യൂസൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലാണ്. അവിടെ കയറി ചേട്ടൻ എന്തൊക്കെയോ മെഡിസിൻസ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കസ്തൂരാതി ഗുളിക വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കഫക്കെട്ടിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത്. നമ്മൾ ഗോൾഡ് പർച്ചേസിങ്ങിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളായിരുന്നില്ല, ചേട്ടത്തിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരിക്കുന്നത്. നമ്മൾ ചെന്നിട്ട് പിന്നെ കാശിക്കൊരു ചെയിൻ എടുക്കാം, കാശിയുടെ ചെയിൻ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെയിൻ എടുക്കാം എന്നിങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടത്തി ഇങ്ങനെ ഇയർ റിങ്സ് ഒക്കെ നോക്കുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതും പിന്നെ നാട്ടിലൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ളതും. പിന്നെ ജാനിക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈം അച്ഛനും മോനും നല്ല കുട്ടികളെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാശിയെ നല്ല രീതിക്ക് കിച്ചുവേട്ടൻ ആ സമയത്ത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സഡനായിട്ട് ഇങ്ങനെ കാശിക്കൊണ്ടിന് ഒരു മാല എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങളിങ്ങനെ മോഡൽസും കാര്യങ്ങളും ഒക്കെ നോക്കി. ഞങ്ങൾക്ക് ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഞങ്ങൾ പഴയ ഗോൾഡ് കൊണ്ടുവന്ന് മാറ്റിയെടുക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അല്ലാതെ ഞങ്ങളിങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാം എന്നൊന്നും ഞങ്ങൾക്ക് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ എടുത്ത് വരുമ്പോൾ റൗണ്ടിന് വരുമ്പോഴത്തേക്ക് വാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു എമൗണ്ട് ആവും. അത് വർത്താണെന്ന് ചേട്ടൻ ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ പിന്നെ പറഞ്ഞു, ചേട്ടനിങ്ങനെ പണിയിപ്പിക്കുന്ന ഒരിടമുണ്ട്,
അവിടെ കൊണ്ടുപോയി ചെയ്യിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പഴയ ഗോൾഡ് ഇങ്ങനെ മാറ്റി നമ്മൾ ഗോൾഡ് തന്നെ ചെയ്തു തരുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അഫോർഡബിൾ ആയിട്ട് എങ്ങനെ തോന്നി. അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ ആ സ്ഥലത്തേക്ക് പണിയിക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്തിരിക്കുന്നത് കരാമ സെൻറ്ററിലാണ് കേട്ടോ. സ്റ്റാർ ആൻഡ് ഷൈൻ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ബൾക്കായിട്ടും ഒക്കെ ആൾക്കാർ പല ജ്വല്ലറീസിലേക്കും ഇങ്ങനെ പണിയിപ്പിക്കുന്നു എന്ന് ചേട്ടാ ഇങ്ങനെ പറഞ്ഞ് അറിവുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ അത് നമ്മളവിടെ ഓർഡറൊക്കെ ചെയ്തിട്ട്, അപ്പോൾ വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. ഓർഡറൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ടോ. നല്ല വിശപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കിടിലമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അവിടെ ഞങ്ങൾ ഫിഷ്, കാളാഞ്ചി ഫിഷ് എന്തോ ചെയ്തിട്ടുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയൊന്നും അത്ര ഭയങ്കര ടേസ്റ്റായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ കാശിയാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ കിച്ചുവേട്ടൻ്റെ സൈഡിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അവൻ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട്. ചുമ്മാ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കളിക്കുമല്ലോ കുഞ്ഞുങ്ങൾ, അത് ഇണക്കൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അത്യാവശ്യം അലമ്പില്ലാണ്ടിരുന്നു. അച്ഛൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്തിരിക്കുമ്പോഴത്തേക്കും കൂടുതലും അവൻ നല്ല അലമ്പാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും എൻ്റെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ പാവമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സ്നീസ് ചെയ്ത് ടിഷ്യൂ വെച്ച് ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടാണ് പുള്ളിക്കാരനും അതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഇരുന്നിട്ട് നമ്മൾ എന്താണോ കാണിക്കുന്നത് അതുപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. എക്സാക്റ്റ് നമ്മൾ പറയുന്ന വേർഡ്സ് അതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഫുഡൊക്കെ എത്തി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് നല്ല ഫ്രഷ് ഫിഷാണോ എന്നെനിക്കറിയത്തില്ല, പക്ഷേ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫുഡൊക്കെ, ചേട്ടത്തിൻ്റെ ഫുഡൊക്കെ താമസിച്ചാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടത്തി ഓർഡർ ചെയ്ത സാധനമൊക്കെ, അതുകൊണ്ട് തന്നെ അതിങ്ങനെ വീഡിയോയിൽ എടുത്തില്ല. ഞങ്ങളത് പാർസൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് ഫുഡ് കഴിച്ചു. ഈ അച്ഛൻ മകനെ വെച്ച് ഫുഡൊക്കെ കൊടുക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കളിയാക്കിയതിൻ്റെ കൂട്ടത്തിലാണ് കിച്ചുവേട്ടൻ ഇങ്ങനെ ഫുഡ് കൊടുക്കാം, ഞാൻ കാശിക്കുന്ന ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, മാല കിട്ടാൻ വേണ്ടിയിട്ട് 10 ദിവസം ആവും കേട്ടോ. 10 ദിവസങ്ങൾക്ക് ശേഷം ഈ സമയം കൊണ്ട് ചേട്ടത്തി നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ ഒരുക്കാനെടുക്കുന്ന ടൈമാണ്, നല്ല പീക്ക് ടൈമിലാണ് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുക്കുന്നത്. ഇല്ലെങ്കിൽ 8 ദിവസം കൊണ്ടൊക്കെ നമുക്ക് സാധനം ഓർഡർ ചെയ്താൽ കിട്ടാറുണ്ട് കേട്ടോ. ഇവിടെയും ഒരുപാട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും സ്റ്റഡ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. വുമൻസ് ഡേക്ക് അവർക്ക് 49 റുപ്പീസിന് അവർ സെക്കൻഡ് സ്റ്റഡിൻ്റെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാശിക്ക് മാലയൊക്കെ എടുത്തിട്ടു. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല കട്ടിയും അത്യാവശ്യം വോത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ല അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വ്ളോഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ. ഇതൊരു തട്ടിക്കൂട്ട് വ്ളോഗാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ എടുത്തിടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്താ ഈ ഒരു സെക്കൻഡ് സ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ ചേട്ടൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ രുദ്രാക്ഷം വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനും ഒരു ചെയിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. വീണ്ടും ഒരു വ്ളോഗായിട്ട് വേഗം കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡിറ്റ് ചെയ്യാൻ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.